തിരോധാന കേസിലെ പ്രതി സെബാസ്റ്റ്യന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ അസ്ഥിഭാഗങ്ങൾ സ്ത്രീയുടേത് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അസ്ഥിഭാഗങ്ങൾക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട് എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. സെബാസ്റ്റ്യന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ സിം കാർഡുകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. കോട്ടയത്ത് നിന്ന് കാണാതായ ജൈനമ്മ കൊലക്കേസിനെ കുറിച്ചുള്ള അന്വേഷണത്തിലാണ് നിർണായക വിവരങ്ങൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചത്. സെബാസ്റ്റ്യന്റെ വീട്ടിൽ നേരത്തെ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ അസ്ഥിഭാഗങ്ങൾ സ്ത്രീയുടേതാണെന്നാണ് കണ്ടെത്തൽ. 40-ലധികം അസ്ഥിഭാഗങ്ങൾ ഇവിടെ നിന്ന് അന്വേഷണ സംഘത്തിന് ലഭിച്ചു. ഇവയ്ക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട്. അസ്ഥിഭാഗങ്ങൾ കത്തിച്ച നിലയിലാണ്. ഇവയുടെ ശാസ്ത്രീയ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. അസ്ഥികൾ കൂടാതെ 2 സിം കാർഡുകൾ കൂടി ക്രൈംബ്രാഞ്ചിന് ലഭിച്ചു. പ്രതി സെബാസ്റ്റ്യൻ നിരന്തരം ഫോണുകളും സിം കാർഡുകളും മാറ്റാറുണ്ടായിരുന്നു എന്നാണ് കണ്ടെത്തൽ. ഇതിലൂടെ തെളിവുകൾ നശിപ്പിക്കാനും ഇയാൾക്ക് കഴിഞ്ഞു. ചോദ്യം ചെയ്യലിനോട് സെബാസ്റ്റ്യൻ സഹകരിക്കുന്നില്ല. ചേർത്തല പള്ളിപ്പുറത്തെ വീട് കേന്ദ്രീകരിച്ചാണ് സെബാസ്റ്റ്യൻ കുറ്റകൃത്യങ്ങൾ നടത്തിയത് എന്ന നിഗമനത്തിലാണ് ക്രൈംബ്രാഞ്ച്. റാഫി കരീം, 24, കോട്ടയം.